ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു S&T ഫുഡീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കോട്ടയം സ്റ്റൈൽ മീൻ കറി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ് ഇത്. ഏത് മീൻ വെച്ചിട്ടും തയ്യാറാക്കാവുന്നതാണ് ഈ മീൻ കറി. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 1 കിലോ വറ്റമീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഒരു 4 കഷ്ണം പുളി കീറി വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. ഇനി 10 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, 2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, 2 പച്ചമുളക് കീറിയതും എടുത്തു വച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം എടുക്കാൻ, എന്നാലേ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും ഇട്ട് പൊട്ടിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് ഒന്ന് വഴറ്റി ഇതിലേക്ക് കീറി വെച്ച പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് വഴറ്റി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന 5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വഴറ്റി, എരിവ് കൂടിയ മുളക് പൊടിയാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയേ. ഒരൽപ്പം വെള്ളവും ഒഴിച്ച് പച്ചമണം മാറി എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് കുതിരാൻ ഇട്ട് വെച്ച പുളിയും വെള്ളവും കൂടി ഒഴിച്ച് ഇളക്കി കറിവേപ്പിലയും ചേർത്ത് ഒരു 2 കപ്പ് വെള്ളവും ഒഴിച്ച് തിളപ്പിച്ച് ഇനി നമുക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കാം. ഉപ്പ് കുറവായതുകൊണ്ട് അല്പം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മൂടി വെച്ച് വേവിക്കണം. വെന്ത് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി കുറച്ച് കറിവേപ്പില മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോട്ടയം മീൻ കറി റെഡി ആയിട്ടുണ്ട്. കുറുകിയ ചാറ് വേണമെങ്കിൽ കുറച്ചുകൂടെ വറ്റിച്ചെടുക്കാം കേട്ടോ. ഞങ്ങൾക്കിവിടെ ചാറുള്ളതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.